ആതിര ഇപ്പം പറയുമായിരുന്നു നമ്മളോട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ലൈഫും പ്രൊജക്റ്റും തമ്മിലുള്ള ഞാനിത് ആക്ച്വലി പറയണമെന്ന് വിചാരിച്ചല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓവർ എക്സൈറ്റഡ് ആവും. കാരണം പരിശുദ്ധാത്മാവ് ഇപ്പോൾ എനിക്കൊരു കൂട്ടുകാരനാണ്. പക്ഷെ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്കൊരു കൂട്ടുകാരനായി മാറുക എന്നുള്ളത്. ജസ്റ്റ് ലൈക്ക് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലെ എളുപ്പമാണത്. ഒരു ഓവർവെൽമിങ് ആയൊരു സംഭവമല്ല. നമുക്കിപ്പോൾ ഒരാളുമായിട്ട് കൂട്ടുകാരനാവണമെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരി ആവണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുക? അവർക്കൊരു മെസ്സേജ് അയക്കും, അവരെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. സെയിം ലൈക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇങ്ങനെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കുറച്ചായതേ ഉള്ളൂ ഞാൻ ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നൊക്കെ അറിഞ്ഞ് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് രാവിലെ എണീക്കുമ്പോൾ മുഴുവൻ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഭയങ്കരമായ വലിയ ചേഞ്ചസും കണ്ടു. ഓക്കെ, പരിശുദ്ധാത്മാവ് ഇതൊന്ന് ചെയ്തു തരണേന്ന് പറയുമ്പോൾ അപ്പം തന്നെ ചെയ്തു തരുന്നു. പരിശുദ്ധാത്മാവ് എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ ഐസ്ക്രീം അപ്പം ഫ്രണ്ടിൽ വരും. അപ്പം ഞാൻ വിചാരിച്ചത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ പിന്നെ കഴിഞ്ഞപ്പം ഞാൻ ഒരിക്കലും ഇങ്ങനെ അമലച്ചനോട് നമുക്ക് ഇന്ന് സെഷൻ എടുക്കാൻ പറഞ്ഞ അമലച്ചനോട് എങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല, ഇപ്പൊ ഒന്നും കിട്ടുന്നുമില്ല. അങ്ങനെ ഞാൻ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അമലച്ചൻ പറഞ്ഞു, ഈ ഇൻസ്റ്റിങ്ക്റ്റുകളുടെ പുറകെ അല്ല നമ്മൾ പോകണ്ടേ. അപ്പം ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അപ്പം എനിക്ക് ഞാനിപ്പോൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ല എൻ്റെ മുമ്പിൽ കിട്ടുന്നത്. പക്ഷെ വേറെ കുറേ ട്രാൻസ്ഫോർമേഷൻ കിട്ടി. ഞാൻ പരിശുദ്ധാത്മാവിനോട് ഇപ്പം കണ്ടിന്യൂസ്ലി സംസാരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെയിലി കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഞാൻ പോലും അറിയാതെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഞാൻ ആദ്യം ഇപ്പം പറയുന്നത് പരിശുദ്ധാത്മാവെ നോക്കിക്കോണേ, പരിശുദ്ധാത്മാവെ നോക്കിക്കോണേ. പിന്നെ ഞാൻ പോലും അറിയാതൊരു പാവം ചെയ്യുന്നില്ലെന്നല്ല, നമ്മളങ്ങ് ഒരാളെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞു കഴിയുമ്പോഴേക്കും അയ്യോ അത് ചെയ്ത് തെറ്റല്ലേ, അത് നമ്മളുടെ ഉള്ളിലൊരു പാപബോധം നിറയ്ക്കും. അതായത് നമ്മൾ വിചാരിക്കാൻ, ഞാൻ പണ്ട് ഒരിക്കൽ വിചാരിച്ചിട്ടുണ്ടോ ഇനി കുമ്പസാരിക്കാനൊന്നും ഇല്ലല്ലോ, കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചല്ലേ എന്ന് വിചാരിച്ചിരുന്ന എന്നോട് കഴിഞ്ഞ ആഴ്ച നീ ഇത്രയും പാപം ചെയ്തു എന്ന് നമുക്കൊരു ബോധ്യം തരും. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ടാസ്കിൽ പറയും, ഞാൻ അതിനെക്കുറിച്ച് പറയുന്ന ഡീറ്റെയിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് കൊടുക്കുക. നമ്മുടെ നടപ്പും ഇരിപ്പും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഈശോയെ സ്നേഹിക്കണമെന്നും പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ശിഷ്യന്മാരിൽ വന്നൊരു ട്രാൻസ്ഫോർമേഷൻ പോലെ പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു റൂമിൽ ഒളിച്ചിരുന്ന അവർ ഈശോയെ വേണ്ട, നാളെ എനിക്ക് നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞ് ആ ജ്വലിക്കുന്ന സാക്ഷികളായി മാറിയത് പരിശുദ്ധാത്മാവ് വന്നുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇന്നലെ നമ്മൾ കുറ്റം പറഞ്ഞോന്നിരുന്നവരോട് നമുക്ക് ഇന്ന് കാണുമ്പോൾ സ്നേഹം തോന്നണമെങ്കിൽ അതിനും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. അപ്പം ഒരു സ്റ്റാർട്ട് എ ഡെയിലി കോൺവെർസേഷൻ വിത്ത് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവിനോട് നമ്മുടെ കുറവുകൾ പറയാം. എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവരോട് ദേഷ്യം തോന്നുന്നു എന്ന് പറ. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതാട്ടോ എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ തോന്നുന്നേ. നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ മിണ്ടാതിരിക്കരുത് എന്ന് പറഞ്ഞുണ്ടല്ലോ, ചിലപ്പോ ഈ ഒരു അവസരം നമുക്ക് നാളെ കിട്ടത്തില്ലായിരിക്കാം. നാളെ കിട്ടത്തില്ല. അപ്പൊ ഉണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ, ഞാനാണ് ഈ കുഞ്ഞുനന്മമരത്തിലാണ് തോന്നുന്നത് ധ്യാനത്തിന് ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു സെഷൻ എടുത്തപ്പം പരിശുദ്ധാത്മാവാ എനിക്ക് തന്നെ അവസാനത്തെ ദിവസം. അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവിനെ പറ്റി ഞാൻ എന്നാ പറഞ്ഞു കൊടുക്കും? അപ്പം എനിക്ക് എൻ്റെ മൂത്ത മോള് പറഞ്ഞു, അമ്മയ്ക്ക് സ്പൈഡർമാനെ അറിയാവോ? അറിയാം അമ്മേ, സ്പൈഡർ കടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണെന്ന് അമ്മയെ അറിയാവോ? എന്നിട്ട് അവൾ എനിക്ക് ഉണ്ടാക്കി തന്നു. അത് ആ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം എനിക്ക് ഉണ്ടാക്കി തന്നു സ്പൈഡർ കടിക്കുന്നതിന് മുമ്പുള്ള സ്പൈഡർമാനും സ്പൈഡർ കടിച്ചുള്ള സ്പൈഡർമാനും. അപ്പൊ അമ്മ എന്നോട് പറയുകയാണ്, അമ്മ ഇത് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് സ്പൈഡർമാൻ ആവണോ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചോണം. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാല് സ്പൈഡർ കടിക്കാത്ത വ്യക്തി സ്പൈഡർ കടിച്ചുള്ള വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ശരിക്കും എന്റെ കണ്ണ് തുറപ്പിച്ചു പോയി. കാരണം എന്റെ കർത്താവേ, ഇതുങ്ങളൊക്കെ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാനൊരിക്കലും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. വ്യക്തി, അതായത് നമ്മളിപ്പം ബാത്റൂമിൽ പോവാ, നമ്മളൊന്ന് മറിഞ്ഞു വീണു, വീട്ടിൽ ആരും ഇല്ല. കാരണം മേരിക്കുട്ടി എക്സാമ്പിൾ പറയണമെന്ന് പറഞ്ഞോണ്ട് ഞാനിത് പറയുന്നത്. നമ്മൾ മറിഞ്ഞു വീണു, ആരുമില്ല വീട്ടില്, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വിളിക്കണം. നമ്മൾ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, ഈശോയുടെ ആത്മാവായ പരിശുദ്ധാത്മാവേ,
ഞാൻ ബാത്റൂമിൽ പോവുകയാണ്, ഞാൻ അങ്ങനെയാണ്. ഞാൻ ഏത് കാര്യം, ചില സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ചില പേഷ്യൻസിനെ ഒക്കെ പൊക്കാനൊന്നും അല്ലാതെ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കേ. അവിടെ ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കും. അപ്പൊ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലഹീനതയിൽ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ടോ, പരിശുദ്ധാത്മാവിനോട് തുറന്നു പറയണം, പരിശുദ്ധാത്മാവ് എനിക്ക് ഈ ബലഹീനതയുണ്ട്, അംഗീകരിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവോട് പറയുക, എന്നെ സഹായിക്കാൻ പറയുക. പിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, തുറന്ന് സംസാരിക്കണം. ഒരു കൂട്ടുകാരനെ പോലെ. ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ചെയർ വലിച്ചിടണം, എന്നിട്ട് പറയണം, പരിശുദ്ധാത്മാവ് നീ എന്റെ കൂടെ ഇരിക്കെ. പിന്നെ കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് പറയണം, ഏറ്റവും നല്ലൊരു കുമ്പസാരം ചെയ്യാൻ എന്നെ സഹായിക്കണേ പരിശുദ്ധാത്മാവേ. അതുപോലെ തന്നെ ആ വൈദികനിലൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് പറയണം. അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കും. എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒത്തിരി ചിന്തിക്കുന്ന വ്യക്തിയാ. അപ്പൊ ഞാനിങ്ങനെ രാത്രിയിലൊക്കെ കിടക്കുമ്പോ ഇങ്ങനെ ചിന്തിച്ചും എന്നോട് സ്വപ്നത്തിൽ കൂടെ കർത്താവ് എനിക്ക് പല കാര്യങ്ങളും. ഉദാഹരണം പറഞ്ഞാല്, ഒരു ദിവസം എനിക്ക് കാണിച്ചു തരുക, ഹസ്ബൻഡും കുഞ്ഞുങ്ങൾ പോലീസ് പിടിക്കും എന്ന് കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ സോജനോട് പറഞ്ഞു, സോജ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, പോലീസ് പിടിക്കും. അപ്പം അതിനുശേഷം നമുക്ക് ഇച്ചിലൂടെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്നെ കൂട്ടാൻ വന്നപ്പം ലൈറ്റ് ഇടാഞ്ഞിട്ട് പോലീസ് പിടിച്ചു. അപ്പം സോജൻ പറഞ്ഞു, നീ പറഞ്ഞ സ്വപ്നം ഞാൻ പെട്ടെന്ന് ഓർത്തു, പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഇട്ടു, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ബോധ്യം കൊടുത്തു, നീ ലൈറ്റ് ഇട്. അതുകൊണ്ടാണ്. അതായത് എനിക്ക് എല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല. ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ എന്നാണ് 1 കൊരിന്ത്യർ 14 അധ്യായമാണെന്ന് തോന്നുന്നു പറയുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിന് ഓർഡർ കിട്ടും. ഓർഡർ ഇല്ലാത്തൊരു ജീവിതമാണോ? പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം ഓർഡർ ആക്കും. പിന്നെ സാക്ഷി, കർത്താവിനെ പറ്റി നിനക്ക് സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക, പരിശുദ്ധാത്മാവ് സഹായിക്കും. കാരണം സ്ലീഹന്മാർ ഇപ്പൊ ഇവിടെ കേട്ടു, സ്ലീഹന്മാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചിരുന്നു, ഇനി ഞങ്ങൾ എന്നാ ചെയ്യും, ഈശോയെ ക്രൂശിച്ചു. കർത്താവ് 100 തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ അവിടെയും മാനുഷിക രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ, കുറവുകളുണ്ടാവാം, പേടിയുണ്ടാവാം. ആ സമയത്തെല്ലാം പരിശുദ്ധാത്മാവോട് പറയണം, എനിക്ക് കർത്താവെ നിനക്ക് സാക്ഷ്യം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാ, എനിക്ക് ഭയമാ, എന്നെ സഹായിക്കുന്നു പറയണം. കൂടാതെ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് വേണം. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ഉള്ളില്, പക്ഷേ അതരം കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കും. ദാനങ്ങൾ വരങ്ങൾ കൊണ്ട് നിറയ്ക്കും. ബന്ധനം, നമ്മുടെ ജീവിതത്തിൽ പാപക്കെട്ടുകളൊക്കെ ഉണ്ട് ഇല്ലേ, തഴക്കദോഷങ്ങൾ, മൂലഭംഗം, അച്ഛൻ പറഞ്ഞു. ഇതിനെല്ലാം ഒറ്റ മാർഗമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പിന്നെ എന്റെ ജീവിതത്തിലുണ്ട് ചില മരിച്ച അവസ്ഥകളൊക്കെ ഉണ്ട്. നമുക്ക് എത്ര പ്രാർത്ഥിച്ചിട്ട് മാറ്റാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ട്, ദേഷ്യം വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുക. ഈ മരിച്ച അവസ്ഥകളൊക്കെ ഉയർപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ജഡീക പ്രവണതകളെ നീങ്ങിക്കും. അതായത് നമുക്ക് ശരീരത്തിന് ചില മുള്ളുകളുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് ഇന്ന മുള്ളുണ്ടെന്ന് പറയുമ്പോൾ പൗലോസ്ലീഹയുടെ കർത്താവ് പറയുന്നതിനാ, എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക. പിന്നെ ഒറ്റ കാര്യം കൂടെ യൂത്ത് ആയോട് പറയുവാണേ, പ്രിയ യൂത്തുകളെ, ഇങ്ങനെ ഇരിക്കല്ലേ, പരിശുദ്ധാത്മാവ് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതായത് നീ ദൈവസ്നേഹം കൊണ്ട് അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, നീ ദൈവസ്നേഹം അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ടാണ് നീ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പൊ എന്റെ മുമ്പിൽ നീ ഇങ്ങനെ വിഷമം ആർക്കും വിചാരിക്കല്ല, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ്. അപ്പൊ ഒറ്റ കാര്യം കൂടെ പറയുക, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഈശോയുടെ ആത്മാവ് വേദനിക്കും. അതുകൊണ്ട് നമുക്ക് ഉണരാം. കർത്താവിന്റെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട്, കണ്ടോ ഈ വചനം ഞാൻ പറയാൻ വന്ന, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. കണ്ടോ, ഞാൻ പറയുന്നതിന് മുമ്പ് വചനം ഇടിപ്പിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇതൊക്കെ സംസാരിപ്പിക്കുന്നത്. അപ്പം യൂത്തുകളായി നിങ്ങൾ ഓരോരുത്തരും പറയുന്ന സമയം കൂടുതൽ എടുത്തെങ്കിൽ സോറി, എന്റെ മക്കളെ, നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയുടെ ഉള്ളില് നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ ആരും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ അടങ്ങിയിരിക്കരുത്. കിട്ടുന്ന സമയം, നമ്മൾ ഈ റീൽസ് കാണാതെ അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊന്നും സമയം കളയാതെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റും. മുക്കുവനായ പത്രോസ്ലീഹായെ ആദ്യത്തെ മാർപ്പാപ്പയാക്കിയെങ്കിൽ മുക്കുവനായ പത്രോസ്ലീഹായെക്കാളും ദൈവം നമുക്ക് അറിവും ജ്ഞാനവും എല്ലാം തന്നിട്ടുണ്ട്. നമ്മളെ കർത്താവ് എടുത്ത് ഉയർത്തും, വിശുദ്ധനും വിശുദ്ധയാക്കി ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.